വിശാലമായ കടൽ തീരവും മനോഹരമായ ബീച്ചുകളും ഓസ്ട്രേലിയയെ ടൂറിസ്റ്റുകളുടെ ഇഷ്ടയിടമാക്കുന്നു. ബീച്ചുകളിലെ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ട്. ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കടൽ തീരങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഓസ്ട്രേലിയക്കാർ. കടലിൽ നീന്തുന്നതും സർഫിംഗ് നടത്തുന്നതും ജെറ്റ് സ്കി, സ്പീഡ് ബോട്ടിംഗ് പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും ഇവിടെ സാധാരണമാണ്. വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുടെ സുരക്ഷയ്ക്ക് രാജ്യത്ത് വലിയ മുൻതൂക്കം നൽകിയിട്ടുമുണ്ട്. കടൽ തീരങ്ങളിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡിനെ പലയിടത്തും വിന്യസിച്ചിട്ടുമുണ്ട്. ഇത്തരം ലൈഫ് ഗാർഡിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നതിനായി കടൽ തീരങ്ങളിൽ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകകൾ ഉപയോഗിക്കാറുണ്ട്. പതാകകൾ വെച്ച് വേർതിരിച്ച ഇടങ്ങളിലാണ് നീന്തലിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഈ പ്രദേശത്തേക്ക് തിരകൾക്ക് മുകളിലൂടെ സർഫിംഗ് നടത്തുന്നവർക്ക് പ്രവേശനമില്ല. പുറമെ കടൽ വലിയ തിരകളില്ലാതെ ശാന്തമാണെന്ന് തോന്നിക്കുമെങ്കിലും കടലിനടിയിൽ ശക്തമായ അടിയൊഴുക്കുകൾ സാധാരണമാണ്. നീന്താൻ ഇറങ്ങുന്ന പലരും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാറുണ്ട്. നിരീക്ഷണത്തിനായിട്ടുള്ള പ്രദേശത്താണെങ്കിൽ ഉടൻ തന്നെ ലൈഫ് ഗാർഡിന്റെ സേവനം ലഭിക്കും. എന്നാൽ വിദേശത്തു നിന്നും പഠനത്തിനായി വരുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും ഈ പതാകകൾ എന്തിനാണ് എന്നതിനെക്കുറിച്ച് കാര്യമായ അറിവില്ല. ചുവപ്പ് അപകടത്തിന്റെയും മഞ്ഞ ജാഗ്രത പാലിക്കണം എന്നതിന്റെയും നിറമായാണ് ഇവർ ധരിക്കുന്നത്. അതിനാൽ പ്രത്യേകം നീന്തുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശം ഒഴിവാക്കുന്നു. വിദേശ വിനോദസഞ്ചാരികളിൽ ചിലർ ഇത് സർഫിംഗിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവിടെ സർഫിംഗിനായും എത്താറുണ്ട്. വിദേശ വിനോദസഞ്ചാരികളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തി നിറങ്ങളിൽ അന്താരാഷ്ട്ര രീതിയിലുള്ള പരിഷ്കാരം കൊണ്ടുവരണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റീന ബെന്നി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.